ഒന്നാമത്തെ ചോദ്യം ഞാൻ പറയട്ടെ. അത്യാവശ്യം നല്ല നല്ല ചോദ്യങ്ങളാണ്. ധാരാളം പോയിന്റ്സ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അറിയാത്ത പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. ഒന്നാം ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കിഴക്കൻ തീരത്ത് ആരംഭിച്ച ആദ്യ മേജർ തുറമുഖം ഏതാണ്? നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ മേജർ തുറമുഖം ഏതെന്നാണ് ചോദ്യം. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ മേജർ തുറമുഖം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അതായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കിഴക്കൻ തീരത്ത് ആരംഭിച്ച ആദ്യത്തെ മേജർ തുറമുഖം. കിഴക്കൻ തീരത്ത് ആരംഭിച്ച ആദ്യത്തെ മേജർ തുറമുഖം. ഓക്കെ, അറിയോ ആൻസർ ഏതാണെന്ന്? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ കിഴക്കൻ തീരത്ത് ആരംഭിച്ച ആദ്യത്തെ മേജർ തുറമുഖം ഏതെന്നാണ് ചോദ്യം. പിള്ളേര് നമുക്കിവിടെ രണ്ടെണ്ണം വെട്ടിക്കളയാം അല്ലേ? കൊച്ചി മുംബൈ വെട്ടിക്കളയാം. കൊച്ചി മുംബൈ വെട്ടിക്കളയാം. എങ്ങനെ വെട്ടിക്കളയാം കൊച്ചി മുംബൈ? കൊച്ചി മുംബൈ നമുക്ക് എങ്ങനെ വെട്ടിക്കളയാം? കൊച്ചി പടിഞ്ഞാറൻ തീരമാണ്, അതുപോലെ തന്നെ മുംബൈയും പടിഞ്ഞാറൻ തീരമാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് വെട്ടിക്കളയാം. കൊച്ചിയും മുംബൈയും പടിഞ്ഞാറൻ തീരത്തുള്ളതാണ്. നമുക്ക് കിഴക്കൻ തീരത്ത് ആരംഭിച്ച ആദ്യ തുറമുഖം ഏതെന്നാണ് ചോദ്യം. ഒന്നുകിൽ പാരാദ്വീപ് അല്ലെങ്കിൽ വിശാഖപട്ടണം. പിള്ളേർ ഏത് ആൻസർ? ആൻസർ പാരാദ്വീപാണ്. നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നമ്മുടെ കിഴക്കൻ തീരത്ത് ആരംഭിച്ച ആദ്യ മേജർ തുറമുഖം പാരാദ്വീപാണ് കേട്ടോ. പാരാദ്വീപ്. ഇനി ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മേജർ തുറമുഖം എന്നറിയോ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മേജർ തുറമുഖം, ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ മേജർ തുറമുഖം ഏതാണ്? ആർക്ക് പറയാം? ആ തുറമുഖം അറിയപ്പെടുന്നത് ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നാണ്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം തെറ്റാണ്. മുംബൈ അല്ല പിള്ളേരെ, കാണ്ടിലയാണ് കേട്ടോ. കാണ്ടിലയാണ് ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം. അങ്ങനെ അത് പറയാൻ കാരണം എന്താണ്? ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്ന് കാണ്ടിലെ പറയാൻ കാരണം എന്താണ്? ആർക്കെങ്കിലും അറിയാവോ? നിങ്ങൾ മനസ്സിലാക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാഹോർ ആണോ പോയത്? ലാഹോർ അല്ല. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മേജർ തുറമുഖമായിരുന്നു ഏത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ മേജർ തുറമുഖമായിരുന്നു കറാച്ചി തുറമുഖം. ഈ കറാച്ചി തുറമുഖം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം സംഭവിച്ചപ്പോൾ ആർക്ക് പോയി? വിഭജിച്ചപ്പോൾ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ അത് പാകിസ്ഥാനിലേക്ക് പോയി. കറാച്ചി തുറമുഖം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ അത് പാകിസ്ഥാനിലേക്ക് പോയി. അതേ തുടർന്ന് 1950 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിർമ്മിക്കുകയും 1952 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത തുറമുഖമാണ് കാൺല തുറമുഖം. ഏത് സംസ്ഥാനത്താണ്? കാൺല തുറമുഖം ഏത് സംസ്ഥാനത്താണ് പിള്ളേരെ? കാൺല തുറമുഖം ഗുജറാത്തിലാണ് അല്ലെ? കാൺല തുറമുഖം ഗുജറാത്തിലാണ്. കാൺല തുറമുഖം ഗുജറാത്തിലാണ്. നമ്മുടെ ടൈഡൽ തുറമുഖം അല്ലെങ്കിൽ ഇന്ത്യയിലെ വേലിയേറ്റ തുറമുഖം ഏത് എന്ന് കേട്ടാൽ, കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ടൈഡൽ പോർട്ട് എന്ന് പറയും. വേലിയേറ്റ തുറമുഖമാണ് ഏത്? കാണ്ടില. ഇന്ത്യയിലെ വേലിയേറ്റ തുറമുഖം അല്ലെങ്കിൽ ടൈഡൽ പോർട്ടാണ് ഏത് പിള്ളേരെ? കാണ്ടില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വതന്ത്ര ഇന്ത്യയില് കിഴക്കൻ തീരത്ത് ആരംഭിച്ച ആദ്യ തുറമുഖം, കിഴക്കൻ തീരത്ത് ആദ്യത്തെ മേജർ തുറമുഖമാണ് പാരാദ്വീപ് എന്ന് നമ്മൾ പറഞ്ഞു. പാരാദ്വീപ് ഏത് സംസ്ഥാനത്താണ്? പാരാദ്വീപ് ഏത് സംസ്ഥാനത്ത്? അത് തന്നെ ഒരു ചോദ്യമാണ്. പാരാദ്വീപ് ഒഡീഷയിലാണ് പാരാദ്വീപ്. ഓക്കെ, ഇവിടെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം അല്ലെങ്കിൽ ആദ്യത്തെ മേജർ തുറമുഖം എന്ന് കേട്ട് കഴിഞ്ഞാല് അത് ഈ പറയുന്ന കാണ്ടില തുറമുഖമാണ്. കാണ്ടില തുറമുഖം ഗുജറാത്തിലാണ്. ഈ കാണ്ടില തുറമുഖത്തിന് വേറൊരു വിശേഷണം കൂടിയുണ്ട്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്നത് കാണ്ടില തുറമുഖമാണ്. അതിന് കാരണം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം സംഭവിച്ചപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു കറാച്ചി തുറമുഖം. ആ കറാച്ചി തുറമുഖം പാകിസ്ഥാന് പോവുകയും അതേ തുടർന്ന് ഇന്ത്യ നിർമ്മിച്ച തുറമുഖമാണ് കാണ്ടില തുറമുഖം. 1952 കാണ്ടില തുറമുഖം പ്രവർത്തനം ആരംഭിച്ചത്. ഗുജറാത്തിലാണ്. ടൈഡൽ പോർട്ട്, ഇന്ത്യയിലെ ടൈഡൽ പോർട്ട് അല്ലെങ്കിൽ വേലിയേറ്റ തുറമുഖം ഏതെന്ന് കേട്ടാൽ കാണ്ടില തുറമുഖമാണ്. കാണ്ടില തുറമുഖം ആരുടെ പേരിലാണ്ടാ? ഏത് വ്യക്തിയുടെ പേരിലാണ് കാണ്ടില തുറമുഖം? ഏത് വ്യക്തിയുടെ പേരില?
കാൻല തുറമുഖം ഏത് വ്യക്തിയുടെ പേരിൽ? ദീൻ ദയാൽ തുറമുഖം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? ദീൻ ദയാൽ തുറമുഖം എന്നാണ് കാൻല തുറമുഖം അറിയപ്പെടുന്നത്. ദീൻ ദയാൽ തുറമുഖം എന്നാണ് കാൻല തുറമുഖം അറിയപ്പെടുന്നത്. ഓക്കെയാണേ? ഓക്കെയാണ്, ക്ലിയർ ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റെയിൽവേയും ഏത് സംസ്ഥാന ടൂറിസം വികസന കോർപ്പറേഷൻ ചേർന്ന് നടപ്പിലാക്കിയ ആഡംബര ട്രെയിൻ സർവീസ് ആണ് പാലസ് ഓൺ വീൽസ്? ഇന്ത്യൻ റെയിൽവേയും ഏത് സംസ്ഥാന ടൂറിസം വികസന കോർപ്പറേഷൻ ചേർന്ന് നടപ്പിലാക്കിയ ആഡംബര ട്രെയിൻ സർവീസ് ആണ് പാലസ് ഓൺ വീൽസ്? പാലസ് ഓൺ വീൽസ് ഗുജറാത്ത് ആണ് അല്ലെ? ഗുജറാത്താണ് കേട്ടോ. പാലസ് ഓൺ വീൽസ് രാജസ്ഥാനാണ്. പാലസ് ഓൺ വീൽസ് രാജസ്ഥാനാണ്. നമ്മൾ പണ്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പാലസിൽ രാജാവ് എന്ന രീതിയിൽ നമ്മൾ അത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലസിൽ രാജാവ് എന്ന രീതിയിൽ. പിള്ളേരെ അപ്പൊ അത്ര മനസ്സിലായേ? അപ്പൊ പാലസ് ഓൺ വീൽസ് ഏത് സംസ്ഥാനത്താണ്ട? രാജസ്ഥാനിൽ ആരംഭിച്ചതാണ്. അപ്പൊ രാജാവ് പാലസിൽ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചോളൂ. രാജസ്ഥാൻ. രാജസ്ഥാൻ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇവയിൽ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവൻ? ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ്? ആർക്ക് പറയാം? ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനം എന്നാണ് ചോദ്യം. കറക്റ്റ് ആണ്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ്. ഏത് പിള്ളേരെ? ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവൻ. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച വർഷം ഏതാണ്? എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച വർഷം ഏതാണ്ടാ? എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച വർഷം ആർക്ക് പറയാം? അതേ വർഷം തന്നെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ആരംഭിച്ചത്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച അതേ വർഷം തന്നെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ആരംഭിച്ചത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അറിയത്തില്ലേ? 1995 ഡേറ്റ് അറിയോ? ആ ഡേറ്റിലാണ് റിസർവ് ബാങ്ക് ആരംഭിച്ചത്. റിസർവ് ബാങ്ക് ആരംഭിച്ച തീയതി ഏതാ? ഏപ്രിൽ 1 അല്ലെ? ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ആരംഭിച്ച വർഷം അറിയാലോ നിങ്ങൾക്ക്? RBI ആരംഭിച്ച വർഷം അറിയാലോ? RBI ആരംഭിച്ച വർഷം അത് 1935 ഏപ്രിൽ 1-നാണ്. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ആരംഭിച്ചത്. വേറെ ചോദ്യം ചോദിക്കട്ടെ? റിസർവ് ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? അതെ, ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ ഏത് വർഷമാണ്? 1926-ലാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926-ലാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. RBIയുടെ രൂപീകരണത്തിന് കാരണമായ ആക്ട് ഏതാണ്? റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിന് കാരണമായ ആക്ട് 1934-ലെ RBI ആക്ട് ആണ്. 1934-ലെ RBI ആക്ട് ആണ്. 1934-ലെ RBI ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെച്ചോണേ. 35 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് രൂപം കൊണ്ടിരിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിന് കാരണമായ ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. 1926-ലാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇനി ആ റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിന് കാരണമായ ആക്ട് 1934-ലെ RBI ആക്ട് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓക്കെ, ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ ഒരു വിശേഷണം ഉണ്ട്. എന്താണ് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ വിശേഷണം? പിള്ളേരെ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ് പിള്ളേരെ? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ 1995 ഏപ്രിൽ 1-നാണ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവനാണ്
എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ന്യൂഡൽഹിയിലെ ഏത് സ്ഥലമാണ്? നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ഏത് സ്ഥലമാണ്? ആ സ്ഥലത്തിന്റെ പേര് അറിയോ നിങ്ങൾക്ക്? നമ്മൾ രാജീവ് ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും പേരുണ്ടോ പിള്ളേരെ? കറക്റ്റ് ആണ്, ബറോഡ ഹൗസ് കേട്ടോ, ബറോഡ ഹൗസ്. നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനത്തിന്റെ പേരാണ് ബറോഡ ഹൗസ് കേട്ടോ. നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനത്തിന്റെ പേരാണ് ബറോഡ ഹൗസ് ആണ് കേട്ടോ, ബറോഡ ഹൗസ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് അറിയാം, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി, അത് നിങ്ങൾക്ക് അറിയാം. 1986 നോയിഡ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ്. ഓക്കെ, ഇനി പറടാ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മൾ അതിനെ സായ് എന്ന് പറയും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സായ് എന്ന് പറയും. ഏത് വർഷമാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സായ് രൂപം കൊണ്ടത്? ഏത് വർഷമാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സായ് രൂപം കൊണ്ടത്? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയോ നിങ്ങൾക്ക്? 1984 കറക്റ്റ് ആണ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1984 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സായ് രൂപം കൊണ്ടത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സായുടെ ആസ്ഥാനം എവിടെയാണ്? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സായുടെ ആസ്ഥാനം എവിടെയാണ് പിള്ളേരെ? അത് ന്യൂഡൽഹി തന്നെയാണ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സായുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇത്രയും ഒന്നുകൂടെ പറയണോ? ആക്കെങ്കിലും ഒന്നുകൂടെ പറയണം. ഓക്കെ, നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനം എന്നായിരുന്നു ചോദ്യം. അപ്പൊ നമ്മളത് കണ്ടുപിടിച്ചു. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ്. AAI എന്ന് പറയും കേട്ടോ, എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. 1995 ഏപ്രിൽ 1 എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓപ്ഷനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കി. നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയെന്ന് പറഞ്ഞു. നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ് നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം. പിന്നെ നമ്മൾ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ 1986 നോയിഡ എവിടെയാണ്? നോയിഡ ഏത് സംസ്ഥാനത്താണ്? നോയിഡ ഉത്തർപ്രദേശിലാണ് അല്ലേ? ഉത്തർപ്രദേശിലാണ്. അടുത്ത സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായ് ഏത് വർഷം? 1984 ഡൽഹിയാണ്. പിന്നെ ഞാൻ RBIയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷന്റെ പേര് ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ എന്നാണ്. ഈ ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ 1926 റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിന് കാരണമായ ആക്ട് 1934 RBI ആക്ട് ആണ്. ഈ ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് കുട്ടികളെ, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നത് ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, മുഹമ്മദ് കുലി കുത്തബ് ഷാ നിർമ്മിച്ച ചാർമിനാർ ഏത് നദീതീരത്താണ്? ചാർമിനാർ ഏത് നദീതീരത്തെന്നാണ് ചോദ്യം. ചാർമിനാർ പിള്ളേരെ ആ പേര് ഒന്ന് പഠിച്ചോണം. ചാർമിനാർ പണി കഴിപ്പിച്ച വ്യക്തി മുഹമ്മദ് കുലി കുത്തബ് ഷായാണ് ചാർമിനാർ പണി കഴിപ്പിച്ചത്. മുസി നദിയുടെ തീരത്താണ് ചാർമിനാർ. ഏത് നഗരത്തിലാണ് ചാർമിനാർ? ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് നഗരത്തിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഏത് വർഷമാണ് പണി കഴിപ്പിച്ചത്? ചാർമിനാർ പണി കഴിപ്പിച്ച വർഷം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവലിലൊക്കെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചാർമിനാർ പണി കഴിപ്പിച്ച വർഷം ഏത് വർഷോടാ? ആർക്ക് പറയാം? ചാർമിനാർ പണി കഴിപ്പിച്ച വർഷം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിവോൺ? കറക്റ്റ് ആണ്, 1591. ചാർമിനാർ പണി കഴിപ്പിച്ച വർഷം 1591. ഈ ചാർമിനാറിന് ഒരു രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയാറുണ്ട്. ഏത് രോഗമാണ്? പ്ലേഗ് നിർമാർജനത്തിന്റെ, അതെ കറക്റ്റ് ആണ്, പ്ലേഗ് നിർമാർജനത്തിന്റെ സ്മാരകം എന്നറിയപ്പെടുന്നത്.
പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ സ്മാരകം എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ചാർമിനാർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കും ഏത് കെട്ടിടമാണ് അല്ലെങ്കിൽ ഏത് നിർമ്മിതിയാണ് പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ സ്മാരകം എന്നറിയപ്പെടുന്നത്? അത് മുഹമ്മദ് കുലി കുത്തബ് ഷാ 1591 മുസി നദീതീരത്ത് ഹൈദരാബാദില് പണി കഴിപ്പിച്ച ചാർമിനാറാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പ്ലേഗ് എന്ന രോഗത്തിന്റെ ഒരു വിശേഷണമുണ്ട്, ബ്ലാക്ക് ഡെത്ത് അല്ലേ, കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത് പിള്ളേരെ? പ്ലേഗ്. പ്ലേഗിന് കാരണമാകുന്നത് ഏത് സൂക്ഷ്മജീവിയാണ്? പ്ലേഗ് ബാക്ടീരിയ രോഗമാണ്. പ്ലേഗ് ബാക്ടീരിയ രോഗമാണ് അല്ലേ? പ്ലേഗ് ബാക്ടീരിയ രോഗമാണ്. പ്ലേഗ് ബാക്ടീരിയ രോഗമാണ്. ആ ബാക്ടീരിയയുടെ പേരറിയോ? പ്ലേഗിന് കാരണമായ ബാക്ടീരിയ കറക്റ്റ് ആണ്. പ്ലേഗിന് കാരണമായ ബാക്ടീരിയയുടെ പേര് എർസീനിയ പെസ്റ്റിസ്. പ്ലേഗിന് കാരണമായ ബാക്ടീരിയയാണ് എർസീനിയ പെസ്റ്റിസ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ പിള്ളേരെ? ക്ഷയമാണ് വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ഓക്കെ, ഒന്നുകൂടെ പറയണോ? ഇത്രയും ഒന്നുകൂടെ പറയണോടേ? കിട്ടിയല്ലോ, പോയിന്റും കിട്ടിയല്ലോ. ഓക്കെ, പറയണമെങ്കിൽ പറയണമെന്ന് കമന്റ് ചെയ്താൽ മതിയേ. ഓക്കെ, ശരി, ക്ലിയർ ആണ്, സെറ്റാണ്. ഇതെല്ലാം എളുപ്പമുള്ള പോയിന്റുകളാണ്. ഓക്കെ, കറുത്ത മരണം, ബാക്ടീരിയയുടെ പേര് എർസീനിയ പെസ്റ്റിസ്, ക്ഷയത്തെയാണ് വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത്, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന ക്ഷയമാണ്. അടുത്ത, ഇന്ത്യയിലെ ഏത് നഗരമാണ് കോട്ട്നോപോളിസ് എന്നറിയപ്പെടുന്നത്? നമ്മൾ തന്നെ ചെയ്ത് നമുക്ക് മടുത്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ കോട്ട്നോപോളിസ്. കോട്ട്നോപോളിസ് ഏതാ പിള്ളേരെ? കോട്ട്നോപോളിസ് മുംബൈ ആണ് കേട്ടോ. കോട്ട്നോപോളിസ് മുംബൈ ആണ്. ഓക്കെ, അടുത്ത്, തെലുങ്കാനയിലെ സിംഗരേണി, ഒഡീഷയിലെ താൽച്ചർ, ഛത്തീസ്ഗഡിലെ കോർബ എന്നിവ. തെലുങ്കാനയിലെ സിംഗരേണി, ഒഡീഷയിലെ താൽച്ചർ, ഛത്തീസ്ഗഡിലെ കോർബ എന്നിവ ഏതിന്റെ ഖനനവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധം? നമ്മള് കൽക്കരി നമ്മള് കൽക്കരി ഖനികൾ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട കൽക്കരി ഖനികളാണിത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ പഠിച്ചു വെക്കുക. തെലുങ്കാനയിലെ സിംഗരേണി, ഒഡീഷയിലെ താൽച്ചർ, ഛത്തീസ്ഗഡിലെ കോർബ. ഇത് പഠിച്ചോണേ. തെലുങ്കാനയിലെ സിംഗരേണി, ഒഡീഷയിലെ താൽച്ചർ, ഛത്തീസ്ഗഡിലെ കോർബ. ഇതെല്ലാം എന്ത് തരം അല്ലെങ്കിൽ എന്ത് ഖനികളെന്ന് കേട്ട് കഴിഞ്ഞാല് കൽക്കരി ഖനികളാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. പേരെല്ലാം പഠിച്ചല്ലോ. തെലുങ്കാനയിലെ സിംഗരേണി, ഒഡീഷയിലെ താൽച്ചർ, ഛത്തീസ്ഗഡിലെ കോർബ. ഓക്കെ, സപ്ത സഹോദരിമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വടക്ക് കിഴക്കേ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങൾ. 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. പിള്ളേരെ, അതിന്റെ ആൻസർ ഏതാ? സിക്കിമാണ്. 7 സിസ്റ്റേഴ്സിൽ ഉൾപ്പെടാത്ത സിക്കിമാണ്. അപ്പൊ നമുക്കിതാ കിട്ടി. 7 സിസ്റ്റേഴ്സിന് 3 കിട്ടി. ത്രിപുര, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് 3 കിട്ടി. അപ്പൊ 4 സഹോദരിമാരെ നമുക്ക് ഇനി കിട്ടാറുണ്ട്. ഓക്കെ, പറ, 4ാമതായി നമുക്ക് ഏത് പറയാൻ പറ്റും നിങ്ങൾക്ക്? പറ. 3 പേരെ കിട്ടി നമുക്ക്. മേഘാലയ കറക്റ്റ് ആണ്. മേഘാലയ ഉണ്ട്. മേഘാലയ. മിസോറാം ഉണ്ട്. 7 സിസ്റ്റേഴ്സിൽ മിസോറാം ഉണ്ട്. മണിപ്പൂരുണ്ട്. ഇനി ഏതാ ഉള്ളത്? 6 പേരായി. ഇനിയുള്ളത് ആരാണ്ട? അസം. 7 സിസ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളല്ലേ, സംസ്ഥാനം അസം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കിക്കണേ. അപ്പൊ ഇതാണ് ഈ 7 സിസ്റ്റേഴ്സ് എന്തെന്നറിയോടെ? ഞാൻ അതിന്റെ മാപ്പ് എടുത്ത് വെക്കാൻ സമയം കിട്ടിയില്ല. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ വാല് പോലെ കിടക്കുന്ന ഒരു മറ്റേ നമ്മാട്ടി പോലെ എന്തിനെ പറയണം, മറ്റേ ഇത് കണക്ക് ഇരിക്കുന്ന സാധനം ഉണ്ടല്ലേ, ഓർക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്ത്യയുടെ ആ ഭാഗത്ത്, സിക്കിം കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് അങ്ങോട്ടിരിക്കുന്ന സംഭവം, അത് മനസ്സിലായില്ല? അത് തന്നെ. അവിടെ വരുന്ന 7 സംസ്ഥാനങ്ങളാണ്. ഓക്കെ, അപ്പൊ നോക്കടാ ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ പിള്ളേരെ എവിടെ ഞാനും പോയാ യുവിന്റെ പേന ഇവിടെ. ഓക്കെ, അപ്പൊ പിള്ളേരെ ത്രിപുര,
നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, മണിപ്പൂര്, അസം. ഓക്കെ, ത്രിപുര, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, മണിപ്പൂര്, അസം. ഓക്കെ, ഇത്രയുമാണ് എന്ത് നമ്മുടെ സപ്ത സോദരിമാരെന്ന് അറിയപ്പെടുന്നത്. അടുത്ത ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായി ബന്ധപ്പെട്ട് നൽകിയവയിൽ ശരിയല്ലാത്തത് ഏത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായി ബന്ധപ്പെട്ട് നൽകിയവയിൽ ശരിയല്ലാത്ത ഏതാണ് ചോദ്യം. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം അല്ലെങ്കിൽ ആസ്ഥാനം പോർട്ട് ബ്ലെയർ ആണോ? ആസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണ്. ഇന്ത്യൻ യൂണിയന്റെ തെക്കേറ്റത്തെ മുനമ്പ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണോ? ഇന്ത്യൻ യൂണിയന്റെ തെക്കേറ്റത്തെ മുനമ്പ്. ആ പോയിന്റ് എന്ന് പറഞ്ഞേ, എന്താണ് അതിന്റെ പോയിന്റാ? ഇന്ദിരാ പോയിന്റ് അല്ലേ? ഇന്ദിരാ പോയിന്റ്, ഇന്ദിരാ പോയിന്റ്, ഇന്ദിരാ പോയിന്റ്. നമ്മൾ അതിനെ പിക്മാലിയൻ പോയിന്റ് എന്നൊക്കെ പറയും. ഇന്ദിരാ പോയിന്റ്, പിക്മാലിയൻ പോയിന്റ്, ഓക്കെ, അങ്ങനെയൊക്കെ പറയണത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കൂടിയ കേന്ദ്രഭരണ പ്രദേശം അത് ഏതാ? സാക്ഷരത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് അല്ലേ? ലക്ഷദ്വീപാണ്, ലക്ഷദ്വീപാണ്. സാക്ഷരത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ പിള്ളേരെ? ലക്ഷദ്വീപാണ് സാക്ഷരത കൂടിയ കേന്ദ്രഭരണ പ്രദേശം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അത് കിട്ടി നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചോണം. ഈ ആൻഡമാൻ നിക്കോബാർ ഏത് കടലില? ആൻഡമാൻ നിക്കോബാർ ഏത് കടലില? ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിലാണ്. അതൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ. ലക്ഷദ്വീപ് വരുന്ന സമയത്ത് എവിടെയാണ്? ലക്ഷദ്വീപ് വരുന്ന സമയത്ത് അറബിക്കടൽ അല്ലേ? ലക്ഷദ്വീപ് അറബിക്കടൽ, ലക്ഷദ്വീപ് അറബിക്കടൽ. ഓക്കെ, കൊള്ളാം. അടുത്ത ക്വസ്റ്റ്യൻ, പൂർവഘട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. പൂർവഘട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഒന്ന് പരിഗണിച്ചേ. പൂർവഘട്ടം തെലുങ്കാന, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒഡീഷയിലെ മഹാനദിക്കും തമിഴ്നാട്ടിലെ വൈഗാ നദിക്കും ഇടയിലായി വ്യാപിച്ചു കിടക്കുന്നു. ബംഗാൾ ഉൾക്കടലിനും ഡെക്കാൻ പീഠഭൂമിക്കും സമാന്തരമായി സ്ഥിതി ചെയ്യുന്നു. പൂർവഘട്ടം തെലുങ്കാന, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒഡീഷയിലെ മഹാനദിക്കും തമിഴ്നാട്ടിലെ വൈഗാ നദിക്കും ഇടയിലായി വ്യാപിച്ചു കിടക്കുന്നു. ബംഗാൾ ഉൾക്കടലിലും ഡെക്കാൻ പീഠഭൂമിക്കും സമാന്തരമായി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ആൻസർ എന്താണ്? ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള വെച്ചാൽ, നമ്മൾ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ പൂർവഘട്ടം തമിഴ്നാട് വരെ ഉള്ളൂ എന്നാണ്. എന്നാൽ പുതിയ അപ്ഡേറ്റുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർണാടകയിലും പൂർവഘട്ടത്തിന്റെ ഭാഗങ്ങളുണ്ട് എന്നുള്ളൊരു അപ്ഡേഷൻ ഉണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെലുങ്കാന, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്. നമ്മൾ തമിഴ്നാട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. നീലഗിരി ഒരു പോയിന്റ് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ? പൂർവഘട്ടവും പശ്ചിമഘട്ടവും സംഗമിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നീലഗിരി പൂർവഘട്ടവും പശ്ചിമഘട്ടവും സംഗമിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂർവഘട്ടത്തെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ് എടാ. ഓക്കെ, പൂർവഘട്ടം അല്ല, നീലഗിരി പഠിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഹലോ, ഒന്നില്ലേ പൈസ? പിന്നെന്താ? മതി മതി, 1000 പേർക്ക് അത് മതിയോ? 1000 പേർക്ക് നിങ്ങൾ പറഞ്ഞില്ലേ? 1000 പേർക്കെന്ന് മിൽക്ക് മേഡ് ഉണ്ടല്ലോ. അത് മാത്രമേ, ബാക്കി എന്തെങ്കിലും നമുക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങാം. ഐസിൻ്റെ ഡ്രസ് ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ പിള്ളേരെ, അപ്പൊ ഓർത്തോണേ, നീലഗിരി ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ പൂർവ്വഘട്ടം തെലുങ്കാന, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളുടെ കടന്നു പോകുന്നു. ഒഡീഷയിലെ മഹാനദിക്കും തമിഴ്നാട്ടിലെ വൈഗാ നദിക്കും ഇടയിലായി വ്യാപിച്ച് കിടക്കുന്നു. ബംഗാൾ ഉൾക്കടലിലും ഡെക്കാൻ പീഠഭൂമിക്കും സമാന്തരമായി സ്ഥിതി ചെയ്യുന്നു. അതായത് എല്ലാം ശരി എന്നാണ് ആൻസർ കേട്ടോ. എല്ലാം ശരി എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ഡി ആണ്. അത് കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക്. ഓക്കെ, കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത, ഇവയിൽ അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? അരുണാചൽ പ്രദേശ് നമുക്ക് ഡൗട്ടിന്റെ ആവശ്യമില്ല. നംദഫ നമുക്ക് ഒരുപാട് തവണ PSC എന്ത് ചോദിച്ചിട്ടുണ്ട്. നംദഫ നാഷണൽ പാർക്ക് അല്ലെ? നംദഫ നാഷണൽ പാർക്ക് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, അടുത്ത നോക്രക്ക്. നോക്രക്ക് എവിടെയാ? നോക്രക്ക് മേഘാലയ. നോക്രക്ക് മേഘാലയ. ഓക്കെ, അടുത്ത് ബാൽഫാക്രം.
ബാൽഫാക്രവും മേഘാലയ, ഈ രണ്ട് വൃത്തികെട്ട പേരും പഠിച്ചു വെച്ചോണം. രണ്ടും മേഘാലയയിലാണ് കേട്ടോ. നോക്രക്ക് അതുപോലെ തന്നെ ബാൽഫാക്രം കേട്ടോ. നോക്രക്ക് അതുപോലെ തന്നെ ബാൽഫാക്രം രണ്ടും മേഘാലയയിലാണ്. ഇന്താങ്കി 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 നാഗാലാൻഡിലാണ് കേട്ടോ. ഇന്താങ്കി നാഗാലാൻഡിലാണ്. ഇന്താങ്കി നാഗാലാൻഡിലാണ്. ഓക്കെ, അപ്പൊ വളരെ നോക്രക്ക് ബാൽഫക്രം മേഘാലയ കേട്ടോ. നോക്രക്ക് കേട്ടോ, അതുപോലെ ബാൽഫക്രം മേഘാലയ. ഓക്കെ, ഇങ്ങനെ മേഘയുടെ ബാല് നോക്ക്, ബാൽ എന്ന് പറഞ്ഞാൽ മുടിയല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബാൽ മുടിയല്ലേ, ഉസ്കി ബാൽ ബഹുത്ത് സുന്ദർ ഹേ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഉസ്കി ബാൽ, ഉസ്കി എന്നല്ല, ഉസ്കി ബാൽ ബഹുത്ത് സുന്ദർ ഹേ. ഹേ ആണ് വരുന്നേ ഉസ് വരുമ്പം. നിനക്കറിയോ? പറയട്ടെ, ഹിന്ദി പഠിച്ച ആരില്ല? ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ. അത് ഹേല്ലേ വരുന്നേ, ഹേ. അപ്പൊ ഉസ്കെ ബാൽ ബഹുത്ത് സുന്ദർ. എന്താ മേഘ, അപ്പൊ മേഘാക്കി ബാൽ നോക്ക് എന്നൊക്കെ ഓർത്ത് വെച്ചു. എന്തോ ആയിക്കോട്ടെ, നമ്മ മേഘ ബാല് നോക്ക്. ഓക്കെ, അപ്പൊ നന്ദഫ അരുണാചൽ പ്രദേശ്, ഇന്താങ്കി ഇന്താങ്കി നാഗാലാൻഡ് കേട്ടോ. ഇന്താങ്കി നാഗാലാൻഡ് പഠിച്ചോണേ. അടുത്ത്, ഇവരിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? ഈസി ക്വസ്റ്റ്യൻ ആണ്. നിവർത്തന പ്രശ്നവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം എന്നാണ് ചോദ്യം. നിവർത്തന പ്രശ്നവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? ഓക്കെ, ടി കെ മാധവൻ നിവർത്തന പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ടി കെ മാധവൻ ഇല്ല. ടി കെ മാധവൻ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ടി കെ മാധവനും കെ പി കേശവമേനോനും അല്ലേ. ടി കെ മാധവനും കെ പി കേശവമേനോനും, അത് വൈക്കം സത്യാഗ്രഹം. ഇവിടെ നിവർത്തന പ്രക്ഷോഭം, നിവർത്തന പ്രസ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത്. എടാ, എൻ വി ജോസഫ് ഉണ്ട്, എൻ വി ജോസഫ് ഉണ്ട്. സി കേശവനുണ്ടോ? സി കേശവനുണ്ടോ? സി കേശവനുണ്ടേ. ഓക്കെ, ടി എം വർഗീസ് ഉണ്ടോ? ടി എം വർഗീസ് ഉണ്ടോ? ഉണ്ട്. ഈ മൂന്ന് പേരുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഓപ്ഷൻ ബി 2, 3, 4 ആൻസർ. എൻ വി ജോസഫ്, സി കേശവൻ, ടി എം വർഗീസ്. എൻ വി ജോസഫ്, സി കേശവൻ, ടി എം വർഗീസ്, ഈ 3 ആൾക്കാരാണ് നിവർത്തന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ. ഓക്കെ, ടി കെ മാധവനും കെ പി കേശവമേനോനും ഏതാ പിള്ളരെ? വൈക്കം സത്യാഗ്രഹം. ഓക്കെ, പറ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? നമ്മൾ ഈ ക്വസ്റ്റ്യൻ മുമ്പും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹിക പരിഷ്കർത്താവാരുടെ? പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാന്റെ യഥാർത്ഥ പേര് നിങ്ങൾക്കറിയോ? പൊയ്കയിൽ യോഹന്നാന്റെ യഥാർത്ഥ പേര് എന്താണ്? അദ്ദേഹത്തിന്റെ കുമാര ഗുരുദേവൻ. ഓക്കെ, അടുത്ത്, ശ്രീമൂലം തിരുനാളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. ചെയ്തേ, ശ്രീമൂലം തിരുനാളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ഇദ്ദേഹത്തിനാണ്, ആണോ? മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയൽ, 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ, ഇതൊക്കെ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്. ശരിയാണ്. ഓക്കെ, ശരിയാണ്. അടുത്ത, 1908 കൃഷി കാര്യങ്ങൾക്ക് മാത്രമായി പ്രത്യേക വകുപ്പ് തിരുവിതാംകൂറിൽ ഉണ്ടാക്കി. ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. 1908 കൃഷി കാര്യങ്ങൾക്ക് മാത്രമായി പ്രത്യേക വകുപ്പ് തിരുവിതാംകൂറിൽ ഉണ്ടാക്കിയത് ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. ഓക്കെ, മരുമക്കത്തായത്തിന് പകരമായി മക്കത്തായം ഏർപ്പെടുത്തി നായർ റെഗുലേഷൻ. പിള്ളേരെ, നായർ റെഗുലേഷൻ വർഷം 1925 നായർ റെഗുലേഷൻ ആക്ട് അല്ലേ. നായർ റെഗുലേഷൻ ആക്ട് 1925. 1925 നായർ റെഗുലേഷൻ ആക്ട് വരുന്ന സമയത്ത് സേതുലക്ഷ്മി ഭായ് അല്ലേ, റാണി സേതുലക്ഷ്മി ഭായി ആണല്ലേ. റാണി സേതുലക്ഷ്മി ഭായ്, റാണി സേതുലക്ഷ്മി ഭായ്. ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത, കനകക്കുന്ന് കൊട്ടാരം, രംഗവിലാസം കൊട്ടാരം എന്നിവ പണി കഴിപ്പിച്ചതും ആര് തന്നെയാണ്? ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. പഠിക്കുക. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിലാണ്.
അതുപോലെ 1908 കൃഷി കാര്യങ്ങൾക്ക് മാത്രമായി പ്രത്യേക വകുപ്പ് തിരുവിതാംകൂറിൽ ഉണ്ടാക്കി. എന്നാൽ കനകക്കുന്ന് കൊട്ടാരം, രംഗവിലാസം കൊട്ടാരം എന്നിവ പണി കഴിപ്പിച്ചു. പക്ഷേ നായർ റെഗുലേഷൻ കൊണ്ടുവന്ന അല്ലെങ്കിൽ നായർ റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നത് 1925 റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്താണ്. ഓക്കെ, അത് മരുമക്കത്തായതിന് പകരം മക്കത്തായം ഏർപ്പെടുത്തിയ പരിപാടിയാണ്. ഓക്കെ, അടുത്ത സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ ക്രമീകരിക്കുക. ഒന്ന് ക്രമീകരിച്ച ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അറിഞ്ഞത്തെ എക്സ്ട്രാ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോണേ. ഓക്കെ, ക്രമീകരിക്കാം. പുന്നപ്ര വയലാർ സമരം വർഷം പറയടേ. പുന്നപ്ര വയലാർ സമരം ഏത് വർഷം? 1946. തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം വർഷം പറഞ്ഞേ. 1949. വാഗൺ ട്രാജഡി വർഷം പറഞ്ഞേ. 1921. കയ്യൂർ സമരം വർഷം പറഞ്ഞേ. കയ്യൂർ സമരം 1941. ഓക്കെ, അപ്പൊ നോക്കിയോ, പുന്നപ്ര വയലാർ 1946, തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം 1949, വാഗൺ ട്രാജഡി 1921, കയ്യൂർ സമരം 1941. അപ്പൊ ഇവിടെ ആദ്യം വരേണ്ടത് 1921 വാഗൺ ട്രാജഡി, രണ്ടാമത് വരേണ്ടത് കയ്യൂർ സമരം, പിന്നെ വരേണ്ടത് പുന്നപ്ര വയലാർ സമരം, പിന്നെ വരേണ്ടത് തിരുക്കൊച്ചി രൂപീകരണം. അപ്പോഴ് നമ്മൾ കറക്റ്റ് നോക്കുമ്പോൾ 3, 4, 1, 2 എന്ന് വരും. 3, 4, 1, 2 ഓപ്ഷൻ എ. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പോൾ പറ, തെറ്റായ പ്രസ്താവന എഴുതുന്നതാണ്. ഓക്കെ, ഉപ്പ് നിർമ്മാണം, ചായമുക്കൽ തുടങ്ങിയ വ്യവസായങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചത് പോർച്ചുഗീസുകാരാണ്. ശരിയാണോ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉപ്പ് നിർമ്മാണം, ചായമുക്കൽ തുടങ്ങിയത് ഡച്ചുകാരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉപ്പ് നിർമ്മാണം, ചായമുക്കൽ തുടങ്ങിയത് ഡച്ചുകാരാണ് തുടങ്ങിയത്. അതായത് ഓക്കെ, തെറ്റായ പ്രസ്താവന ചോദിച്ചിരുന്നത്. അപ്പൊ അതായത് ഓപ്ഷൻ എ തന്നെയാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ, അപ്പൊ അത് പഠിക്കുക, ഇപ്പൊ തന്നെ പഠിക്കുക. ഉപ്പ് നിർമ്മാണം, ചായമുക്കൽ തുടങ്ങിയ വ്യവസായങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചത് ഡച്ചുകാരാണ്, പോർച്ചുഗീസുകാരല്ല, ഡച്ചുകാരാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഡച്ചുകാരാണ് തുടക്കം കുറിച്ചത്, ഡച്ചുകാര്. ഓക്കെ, ഇനി ഡച്ചുകാർ കേരളത്തിൽ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ചു. ശരിയാണ്. ഡച്ചുകാർ കേരളത്തിൽ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ചു. ശരിയാണ്. മേശ, കസേര തുടങ്ങിയ പദങ്ങൾ മലയാളത്തിലേക്ക് വന്നത് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ്. മേശ, കസേര തുടങ്ങിയ പദങ്ങൾ, മേശ, കസേരയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അതൊക്കെ മലയാളത്തിലേക്ക് വന്നത് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ്. ശരിയാണ്. കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കശുവണ്ടിയൊക്കെ നമുക്കറിയാം, കശുവണ്ടി, പുകയിലയൊക്കെ പോർച്ചുഗീസുകാരെ കൊണ്ടുവന്നതാണ്. അതായത് 4 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഉപ്പ് നിർമ്മാണം, ചായമുക്കൽ തുടങ്ങിയ വ്യവസായങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച ഡച്ചുകാര്, തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ച ഡച്ചുകാര്, മേശ, കസേര തുടങ്ങിയ പദങ്ങൾ, മേശ, കസേര പോർച്ചുഗീസുകാര്, കശുവണ്ടി, പുകയില പോർച്ചുഗീസുകാര്. ഓക്കെ, ചരിത്രപരവും ആത്മകഥാപരവും ദാർശനികവുമായ ഉള്ളടക്കത്താൽ ശ്രദ്ധേയമായ അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നീ കൃതികൾ രചിച്ചത് ആര് പിള്ളേരെ? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ? വൈകുണ്ഠ സ്വാമി നമുക്ക് പ്രധാനപ്പെട്ട PSC ചോദ്യമാണ്. അഖിലത്തിരുട്ട് എന്ന കൃതിയും അതുപോലെ അരുൾനൂൽ എന്ന കൃതിയും അത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഏത് കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ? ഏത് കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ? ഓക്കെ പിള്ളേരെ, ഇതിൽ പഠിക്കേണ്ടത് ഏത് നൂറ്റാണ്ടിലാണ് ഫത്ഹുൽ മുബീൻ എഴുതിയെന്ന് പഠിക്കണം. ഓക്കെ, 16-ാം നൂറ്റാണ്ട് കേട്ടോ, 16-ാം നൂറ്റാണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഭാഷയെന്ന് ചോദിക്കും, അറബി ഭാഷ. കൃതിയുടെ പേര് ഫത്ഹുൽ മുബീൻ. ആൻസർ എന്താണ്ടാ? ഏത് കോട്ട? ചാലിയം കോട്ടയല്ലേ? ചാലിയം കോട്ട. ഓക്കെ, ഇത് ആരാ എഴുതിയത്? ഫത്ഹുൽ മുബീൻ എഴുതിയത് ആരാ? പിള്ളേരെ? ഖാസി മുഹമ്മദ് അല്ലേ? ഖാസി മുഹമ്മദ് ആണ് എഴുതിയത്. ഖാസി മുഹമ്മദ് ആണ് എഴുതിയത്. ഓക്കെ, ഖാസി മുഹമ്മദ് ആണ് എഴുതിയത്. അടുത്ത ചോദ്യം, 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്താണ്?
1816 നമുക്കറിയാം. ആരുടെ 1816? ഗൗരി പാർവതി ഭായി ആണ് അല്ലെ? ഗൗരി പാർവതി ഭായി ആണ് 1815 മുതൽ 1829 വരെ തിരുവിതാംകൂർ ഭരിച്ചത്. 1815 മുതൽ 1829 വരെ തിരുവിതാംകൂർ ഭരിച്ചത് ഗൗരി പാർവതി ഭായി ആണ്. പാർവതി ഭായിയുടെ കാലഘട്ടത്തിലാണ് 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, ഇനി ഇവരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വർഷം 1817 PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട വർഷം. എന്താണ് വർഷത്തിന്റെ പ്രത്യേകത? 1817 പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ സൗജന്യമാക്കിയത്. സ്ഥിരം ചോദ്യമാണ്. പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ തിരുവിതാംകൂറിൽ സൗജന്യമാക്കിയത് 1817. അവരുടെ കാലഘട്ടം 1815. LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ പ്രവർത്തനം ആരംഭിച്ചത് 1816. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏത് സമരവുമായി ബന്ധപ്പെട്ട് ജയിലിലടക്കപ്പെട്ട വേളയിലാണ് എ കുഞ്ഞിരാമൻ അടിയോടി രക്തസാക്ഷിത്വം വരിച്ചത്? എ കുഞ്ഞിരാമൻ അടിയോടി ഏത് സമരത്തിന്റെ രക്തസാക്ഷിയാണ്? എ കുഞ്ഞിരാമൻ അടിയോടി ഏത് സമരത്തിന്റെ രക്തസാക്ഷിയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ പിള്ളേരെ അതിന്റെ ആൻസർ ഉപ്പ് സത്യാഗ്രഹമാണ്. ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്, തെറ്റായതാണ് വേണ്ടത്. ഓക്കെ, കണ്ടുപിടിച്ചേ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ് പിള്ളേരെ. ഈസി ക്വസ്റ്റ്യൻ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും നന്നായി നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഒരു പോയിന്റ് ആണ്. ദളവയെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുന്ന പോയിന്റ് ആണ്. അദ്ദേഹം ആരുടെ ദളവയായിരുന്നു? അവിട്ടം തിരുനാളിന്റെ ഏറ്റവും ദുർബലനായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന 1798 മുതൽ 1810 വരെ 1798 മുതൽ 1810 വരെ തിരുവിതാംകൂർ ഭരിച്ച അവിട്ടം തിരുനാളിന്റെ ദളവയായിരുന്നു വേലുത്തമ്പി. അപ്പൊ അതാണ് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവന. മറക്കരുത്, ചോദിക്കുന്ന ചോദ്യമാണ്. അവിട്ടം തിരുനാളിന്റെ ദളവയായിരുന്നു ആര്? ഈ പറയുന്ന വേലുത്തമ്പി ദളവ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ബാക്കിയുള്ള പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റുകളാണ്. കേണൽ മെക്കാളയുടെ സമ്മതത്തോടെയാണ് വേലുത്തമ്പിയെ ദളവയായി നിയമിച്ചത്. പഠിച്ചിരിക്കുക, ചോദ്യം വരും. കേണൽ മെക്കാളയുടെ സമ്മതത്തോടെയാണ് വേലുത്തമ്പിയെ ദളവയായി നിയമിച്ചത്. 1809 ജനുവരിയിലാണ് വിഖ്യാതമായ കുണ്ടറ വിളംബരം നടത്തിയത്. ശരിയാണ്. ലാസ്റ്റ് പോയിന്റ്, വേമ്പനാട്ട് കായലിലെ കാട് പിടിച്ച് കിടന്നിരുന്ന പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഓക്കെ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റുകൾ. കേണൽ മെക്കാളയുടെ സമ്മതത്തോടെയാണ് വേലുത്തമ്പിയെ ദളവയാക്കിയത്. 1809 ജനുവരിയിൽ വിഖ്യാതമായ കുണ്ടറ വിളംബരം നടത്തി. അവിട്ടം തിരുനാളിന്റെ ദളവയായിരുന്നു. വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ എന്ത് ചെയ്തു? കൃഷിയോഗ്യമാക്കി. ഈ പാതിരാമണൽ ദ്വീപിന് വേറൊരു പേരുണ്ട്, നിങ്ങൾക്കറിയോ? പഴയ പേര് ആർക്കെങ്കിലും? ഈ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടൊരു പേരാണ്. പാതിരാമണൽ ദ്വീപിന്റെ പഴയ പേര് അനന്ത പത്മനാഭൻ തോപ്പ്. എന്താ പിള്ളേരെ? അനന്ത പത്മനാഭൻ തോപ്പ് എന്ന് പറയും കേട്ടോ. എന്താണ്? അനന്ത പത്മനാഭൻ തോപ്പ്. എന്താണ്? അനന്ത പത്മനാഭൻ തോപ്പ് എന്നാണ്. അനന്ത പത്മനാഭൻ തോപ്പ് എന്നാണ് വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിന്റെ പഴയ പേര്. പാതിരാമണൽ ദ്വീപ് ഏത് ജില്ലയിലാ? പിള്ളേരെ? ആലപ്പുഴ ജില്ലയിലാണ്. പാതിരാമണൽ ദ്വീപ് ആലപ്പുഴ ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. ആലപ്പുഴ ജില്ലയിലാണ്. ശരി, അടുത്ത ചോദ്യം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന അസുന്ദലിത ബലത്തിന് നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം സംഭവിക്കുന്നത് ബലത്തിന്റെ ദിശയിലുമായിരിക്കും. ഏതാണ് ഈ നിയമം? നമ്മൾ കുഞ്ഞിലേ മുതൽ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന അസുന്ദലിത ബലത്തിന് നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം സംഭവിക്കുന്നത് ബലത്തിന്റെ ദിശയിലുമായിരിക്കും. ഏത് നിയമം പിള്ളേരെ? ന്യൂട്ടന്റെ രണ്ടാം നിയമം. ഏതാ പിള്ളേരെ? ന്യൂട്ടന്റെ രണ്ടാം നിയമം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അതായത് നമ്മളൊരു വസ്തുവിന് മേല് ബലം പ്രയോഗിക്കുന്ന സമയത്ത്
ആ ഒരു ആക്ക വ്യത്യാസം സംഭവിക്കുന്നത് ബലത്തിന്റെ ദിശയിലായിരിക്കും. മനസ്സിലായോ? നമ്മൾ അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. അതായത് 3 ലോയും നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് അതിന്റെ ഉദാഹരണ സഹിതം പഠിപ്പിച്ചു തരും. ഓക്കെ, അടുത്ത ഒരാൾ 30 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ഓടുകയാണെങ്കിൽ അയാള് 5 സെക്കൻഡിൽ ഓടുന്ന ദൂരം എത്ര? അതായത് 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ 30 മീറ്റർ, ഒരു സെക്കൻഡിൽ 30 മീറ്റർ. അപ്പൊ 5 സെക്കൻഡ് ആകുമ്പോൾ 5 സെക്കൻഡ് ആകുമ്പോൾ 5 × 30 അല്ലെ? 5 സെക്കൻഡ് ആകുമ്പോൾ 5 × 30 എത്ര? 150 മീറ്റർ. 150 മീറ്റർ. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന ചെയ്തേ. ഊഷ്മാവ് കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കൂടുന്നു. ശരിയാണോ തെറ്റാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വിസ്കോസിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഒരു ദ്രവത്തിന്റെ ആകൃതി മാറുന്നതിനെതിരെ ആ ദ്രവം അല്ലെങ്കിൽ ദ്രവം നടത്തുന്ന പ്രതിരോധത്തെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഒരു ദ്രവത്തിന്റെ ആകൃതി മാറുന്നതിനെതിരെ ആ ദ്രവം നടത്തുന്ന പ്രതിരോധത്തെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഊഷ്മാവ് കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയുന്നു. ഊഷ്മാവ് കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയുന്നു. അപ്പൊ ഇവിടെ കൂടുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കൂടുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഊഷ്മാവ് കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കൂടുന്നു തെറ്റ്. വിസ്കോസിറ്റി കുറയുന്നു. പഠിച്ചിരിക്കുക, ഊഷ്മാവ് കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയുന്നു. അടുത്ത്, പരസ്പരം സ്പർശിച്ചു കൊണ്ടിരിക്കും. ബാക്കിയെല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണല്ലോ. അപ്പൊ നമുക്ക് പഠിച്ചു തന്നെ പോണം. പരസ്പരം സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ് വിസ്കസ് ബലം. പരസ്പരം സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ് വിസ്കസ് ബലം. വിസ്കോസിറ്റി ഇല്ലാത്ത ദ്രാവകങ്ങളാണ് സൂപ്പർ ഫ്ലൂയിഡ്. വിസ്കോസിറ്റി ഇല്ലാത്ത ദ്രാവകങ്ങളാണ് എന്ത് പിള്ളേരെ? സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. വിസ്കോസിറ്റി ഇല്ലാത്തതിനെ സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയും. വളരെ താഴ്ന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാകുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം. മനസ്സിലായ? വളരെ താഴ്ന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാകുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം. ഓക്കെ, വിസ്കോസിറ്റി എന്താണെന്നൊക്കെ സിമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പൊ നമ്മളെ തേൻ ഇരിക്കുന്നത് പോലെയാണോ വെള്ളം ഇരിക്കുന്നേ? തേനിന് ഇത്തിരി കട്ടി കൂടുതലല്ലേടാ? അപ്പൊ അതിന് വിസ്കോസിറ്റി എന്താണ്? കൂടുതലാണ്. മനസ്സിലായോ? വെള്ളത്തിന് വിസ്കോസിറ്റി കുറവാണ്. എണ്ണ പോലെയാണോ വെള്ളം ഇരിക്കുന്നത്? എണ്ണയ്ക്കാണോ വെള്ളത്തിനാണോ വിസ്കോസിറ്റി കൂടുതൽ? എണ്ണ കുറച്ച് കട്ടിയുള്ള സാധനമല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ കട്ടി കൂടുതലുള്ള ദ്രാവകങ്ങൾക്ക് വിസ്കോസിറ്റി കൂടുതലും, കട്ടി കുറവുള്ളതിന് എന്ത് പറയും പിള്ളേരെ? വിസ്കോസിറ്റി എന്തെന്ന് പറയും? കുറവെന്നും പറയും. ഓക്കെ, ഇപ്പൊ നമ്മൾ എണ്ണ തിളപ്പിച്ച് കഴിഞ്ഞാൽ എണ്ണ കുറച്ചുകൂടെ എന്താവും? കുറച്ചുകൂടെ അത് ഇതാവത്തില്ലേ? ഫ്ലൂയിഡ് ആവത്തില്ലേ? അല്ലേ? എണ്ണ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ അത് വെള്ളം പോലെ ആവത്തില്ലേടാ? ഊഷ്മാവ് കയറുന്ന സമയത്ത്. അടുക്കളയിൽ കയറുന്ന ടീമുകളൊന്നും ഇല്ലേടാ ഇതിൽ. എനിക്ക് വലിയ ഇത് പഠിച്ചിട്ടുള്ള പരിചയമുള്ളൂ, അല്ലാതെ ഞാൻ എണ്ണയൊന്നും കണ്ടിട്ടില്ല, എണ്ണ ചൂടാക്കിയിട്ടില്ല. നിങ്ങൾ വേണം പറയേണ്ടത്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ്. അപ്പൊ ഊഷ്മാവ് കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയും. പരസ്പരം സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. വിസ്കോസിറ്റി ഇല്ലാത്ത ദ്രാവകങ്ങളെ സൂപ്പർ ഫ്ലൂയിഡുകൾ എന്ന് പറയും. വളരെ താഴ്ന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാകുന്ന പ്രതിഭാസത്തെ അതിദ്രവത്വം എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ, അടുത്ത്, ദ്രാവകങ്ങളിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കറവ് തോന്നാനുള്ള കാരണം പ്ലവക്ഷമ ബലം. ദ്രാവകങ്ങളിൽ നമ്മൾ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു വെയിറ്റ് ലോസ് ഫീൽ ചെയ്യും. അതിനുള്ള കാരണമാണ് പ്ലവക്ഷമ ബലം. എന്താ പിള്ളേരെ? പ്ലവക്ഷമ ബലം എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണ്. ഓപ്ഷൻ ബി ആൻസർ. അടുത്ത്, ചുവപ്പ് നിറവുമായി ബന്ധപ്പെട്ട് നൽകിയവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കണ്ടുപിടിയടാ. ചുവപ്പ് നിറവുമായി ബന്ധപ്പെട്ട് നൽകിയവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇതാണ് ചോദ്യം. ശ്രദ്ധിച്ച് ചെയ്, വായിച്ച് ചെയ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. പിള്ളേർ നോക്കിയോ?
ഇവിടെ പേനയും കാണാനില്ലല്ലോ. ഇവന്റെ പേന ഇവിടെ. ഇവിടെ നോക്കിയോ, തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം, തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ശരി. ആവൃത്തി ഏറ്റവും കുറഞ്ഞ നിറം ശരി. ഊർജം ഏറ്റവും കൂടിയ നിറം തെറ്റ്. ഊർജം ഏറ്റവും കൂടിയ നിറം ഏതാ? ഊർജം ഏറ്റവും കൂടിയ നിറം വയലറ്റ് ആണ്. ഊർജം ഏറ്റവും കൂടിയ നിറം വയലറ്റ് ആണ്. വയലറ്റ് തെറ്റിക്കില്ലേ? ഊർജം ഏറ്റവും കൂടിയ നിറം വയലറ്റ് ആണ്. ഓക്കെ. വിസരണം ഏറ്റവും കുറഞ്ഞ നിറം ശരിയാണ്. വിസരണം ഏറ്റവും കുറഞ്ഞ നിറം ശരിയാണ്. ഓക്കെ. അപ്പം ആൻസർ ഓപ്ഷൻ സി ആണ്. ഊർജം ഏറ്റവും കൂടിയ നിറം എന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അടുത്ത, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നൽകുന്നു. തെറ്റായത് ഏത്? കെ ഷെൽ 2 ശരി. എൽ ഷെൽ 8 ശരി. എൻ ഷെൽ 32 ശരി. എം ഷെല്ല് 16 തെറ്റ്. എം ഷെല്ലിൽ എത്ര പിള്ളേരെ? 18. കെയിൽ 2 ആണ്, എല്ലിൽ 8 ആണ്, എമ്മില് 18 ആണ്, എന്നില് 32. ഓക്കെ, ക്ലിയർ ആണേ? ശരി. അടുത്ത്, ഇവയിൽ ഓക്സിജൻ കുടുംബത്തിൽ ഉൾപ്പെടാത്ത മൂലകം ഏത്? ഓക്സിജൻ കുടുംബത്തിൽ ഉൾപ്പെടാത്ത മൂലകം ഏത്? ഓക്സിജൻ കുടുംബത്തിൽ ഉൾപ്പെടാത്ത മൂലകം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്സിജൻ കുടുംബത്തിൽ ഉൾപ്പെടാത്ത മൂലകം പിള്ളേരെ ഈ പറയുന്നതില് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് ആണ് ഓക്സിജൻ കുടുംബത്തിൽ ഉൾപ്പെടാത്ത മൂലകം. അതായത് ഓക്സിജൻ കുടുംബം എത്രാമത്തെ ഗ്രൂപ്പാണ്? ഓക്സിജൻ കുടുംബം എത്രാമത്തെ ഗ്രൂപ്പാണ് പറഞ്ഞേ? 16ാമത്തെ ഗ്രൂപ്പാണ്. 16ാമത്തെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓക്സിജൻ കുടുംബം എന്ന് പറയുന്നത്. 16ാമത്തെ ഗ്രൂപ്പ്. അപ്പൊ ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കുടുംബമാണ്. വേറെ ഏതൊക്കെയുണ്ട്? ഓക്സിജൻ കുടുംബം അല്ലേ? ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ കുടുംബമാണ്. ഓക്സിജൻ കുടുംബമാണ്. സൾഫർ ഉണ്ട്. ടെലൂറിയം ഉണ്ട്. സെലനിയം ഉണ്ട്. ഇനി ഏതുണ്ട്? പൊളോണിയം. ഏതാ പിള്ളേരെ? പൊളോണിയം. ഈ 4 എണ്ണം ഓർത്ത് വെച്ചോണേ. പൊളോണിയം. ക്ലിയർ ആണല്ലോ? പൊളോണിയം. അപ്പൊ ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം, പൊളോണിയം. ഓക്കെ. അപ്പൊ ഓക്സിജൻ കുടുംബത്തിൽ വരുന്ന പ്രധാനപ്പെട്ടത് സൾഫർ, സെലനിയം, ടെലൂറിയം, പൊളോണിയം. 16ാം ഗ്രൂപ്പിനെയാണ് ഓക്സിജൻ കുടുംബം എന്ന് പറയുന്നത്. ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം, പൊളോണിയം. എടാ, ഇത് നോട്ട് ചെയ്ത് പഠിച്ചോണേ, ഇത് ചോദിക്കും കേട്ടാ. ഓക്കെ. അടുത്ത്, ഇവയിൽ രാസമാറ്റത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? രാസമാറ്റത്തിന് ഉദാഹരണമല്ലാത്ത ഏതാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. രാസമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത മാറ്റം എന്ന് നമുക്ക് ഓർത്തിരിക്കുക. ഓക്കെ, തിരിച്ചു കൊണ്ടുവരാം. സ്ഥിരമായിട്ടുള്ള മാറ്റമാണ് രാസമാറ്റം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. ഇവിടെ നമുക്ക് ഇരുമ്പ് തുരുമ്പിക്കുന്നു, അതൊരു സ്ഥിരമായിട്ടുള്ള മാറ്റമല്ലേടാ? ഇരുമ്പ് തുരുമ്പിക്കുന്നു, ഒരു സ്ഥിരമായിട്ടുള്ള മാറ്റമല്ലേ? അപ്പൊ അത് രാസമാറ്റമാണല്ലേ? രാസമാറ്റമാണ്. നമുക്ക് രാസമാറ്റം അല്ലാത്തതാണ് വേണ്ടത്. വിറക് കത്തിച്ചാരമാകുന്നു, രാസമാറ്റമല്ലേ? വിറക് കത്തിച്ചാരമാകുന്ന സ്ഥിരമായിട്ടുള്ള മാറ്റമല്ലേ? സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. വിറക് കത്തിച്ചാരമാകുന്ന രാസമാറ്റമാണ്. മെഴുക് ഉരുകുന്നത് രാസമാറ്റമാണോ? അല്ല. മെഴുക് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും പിള്ളേരെ? ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. മെഴുക് ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. ഫിസിക്കൽ ചേഞ്ച് ആണ് ഭൗതിക മാറ്റം. മെഴുക് ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. അപ്പൊ ഇവിടത്തെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പിള്ളേരെ. മെഴുക് ഉരുകുന്നതാണ് ആൻസർ. പഞ്ചസാര കരിയാകുന്നതും രാസമാറ്റമാണ്. ഓക്കെ. അപ്പൊ രാസമാറ്റം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ താൽക്കാലിക മാറ്റങ്ങളാണ്. അപ്പൊ ഇവിടെ സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇരുമ്പ് തുരുമ്പിക്കുന്ന സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. വിറക് കത്തിച്ചാരമാകുന്ന സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. മെഴുകുരുകുന്നത് ഭൗതിക മാറ്റമാണ്. പഞ്ചസാര കരിയാകുന്നത് രാസമാറ്റമാണ്. ഓക്കെ, മനസ്സിലായോ? അടുത്ത്, ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേടാ, ഓക്സിജൻ കുടുംബത്തെയാണ് ചാൽക്കോജനുകൾ എന്ന് പറയുന്നത്. 16ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് ചാൽക്കോജനുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ 16ാം ഗ്രൂപ്പിനെയാണ് ചാൽക്കോജനുകൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഓക്സിജൻ കുടുംബം എന്നും പറയുന്നു. ഏതൊക്കെയാണെന്നൊന്ന് ഓർത്ത് പറഞ്ഞേ. ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം, പൊളോണിയം. ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം, പൊളോണിയം. ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം, പൊളോണിയം. ഇതാണ് ഓക്സിജൻ കുടുംബം.
ചാൽക്കോജനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. സെറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറ. ലോഹങ്ങളും അയിരുമായി ബന്ധപ്പെട്ട ജോഡികളിൽ തെറ്റായത്. ലോഹങ്ങളും അയിരുകളുമായി ബന്ധപ്പെട്ട ജോഡികളിൽ തെറ്റായത്. മെർക്കുറി സിന്നബാർ ശരിയാണോ? മെർക്കുറി സിന്നബാർ ശരിയാണ്. ടൈറ്റാനിയം മോണോസൈറ്റ് ശരിയാണോ? അല്ല, ടൈറ്റാനിയം മോണോസൈറ്റ് തെറ്റാണ്. ടൈറ്റാനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരുകള് ഇൽമനൈറ്റ്, പിന്നെ ഏതുണ്ടാ? ഇൽമനൈറ്റും റൂട്ടൈലും. ഇൽമനൈറ്റും റൂട്ടൈലുമാണ് ടൈറ്റാനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരുകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോണോസൈറ്റ് എന്തിന്റെ അയിരാണ്? മോണോസൈറ്റ് എന്തിന്റെ അയിരമാണ്? തോറിയം. തെറ്റിക്കരുത്, തോറിയത്തിന്റെ അയിരാണ് കേട്ടോ. തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായല്ലോ. അതായത് തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. ഇൽമനൈറ്റും റൂട്ടൈലുമാണ് ഏതിന്റെ അയിരെന്ന് പറയുന്നത്? ഇതിന്റെ അയിര് ടൈറ്റാനിയത്തിന്റെ അയിരെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കിയോ, ആന്റിമണി, സ്റ്റിബ്നൈറ്റ്, ഇതൊക്കെ നമുക്ക് റെയറായിട്ടൊക്കെ PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പിള്ളേരെ. ആന്റിമണി സ്റ്റിബ്നൈറ്റ് ആണ്. അതുപോലെ ടിന്ന് കാസിറ്ററൈറ്റ് ആണ് ടിന്നിൻ്റെത് കേട്ടോ. ഓക്കെ, നോട്ടൊക്കെ കൂടെ എഴുതി പോണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണേ. അടുത്ത ചോദ്യം. 2024 മുതൽ 2029 വരെയുള്ള 5 വർഷത്തിൽ കേരളത്തിൽ പൊതുജനാരോഗ്യ മേഖലയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തുടക്കമിടുന്ന കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്ന സംഘടന ഏത്? നല്ല ചോദ്യമാണ്. നമുക്ക് ഇനി ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് വരും പിള്ളേരെ. ആൻസർ ഏതാണ്? ലോക ബാങ്ക്. ഓക്കെ, ചോദ്യം നോക്കിക്കോടാ. 2024 മുതൽ 2029 വരെയുള്ള 5 വർഷത്തിൽ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തുടക്കമിടുന്ന കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്ന സംഘടന ലോക ബാങ്ക്. അടുത്ത ചോദ്യം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബ്രമാണ്. ശരിയോ തെറ്റോ? വളരെ തെറ്റ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ശരിയാണാടെ? തെറ്റായ പ്രസ്താവന ഒരെണ്ണം കിട്ടിയിട്ടില്ല. അപ്പൊ ശരിയല്ലേടെ? മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമല്ലേടെ സെറിബെല്ലം? അപ്പൊ ആദ്യത്തെ വലിയ ഭാഗം ഏതാ? മസ്തിഷ്കത്തിലെ വലിയ ഭാഗം ഏതാ? മസ്തിഷ്കത്തിലെ വലിയ ഭാഗം എന്ന് പറയുന്നത് സെറിബ്രമാണ് വലിയ ഭാഗം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്ന തലാമസിനെയാണ് അല്ലേ? മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്ന തലാമസിനെയാണ്. അത് ശരിയാണ്. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗമാണ് അല്ലെങ്കിൽ പുറം ഭാഗമാണ് കോർട്ടെക്സ്. പുറം ഭാഗമാണ് കോർട്ടെക്സ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പുറത്ത് കോട്ടിടും. അപ്പൊ പുറം ഭാഗം കോർട്ടെക്സ് ആണ്. ഉൾഭാഗം എന്താണ്? ഉൾഭാഗം മെഡുല്ല. ഓക്കെ, പുറത്ത് കോട്ടിടും. അപ്പം പുറം ഭാഗം കോർട്ടെക്സ്, ഉൾഭാഗം മെഡുല്ല. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ലോക മലേറിയ ദിനം ആചരിക്കുന്നത് എന്നാണ്? ലോക മലേറിയ ദിനം നമ്മളത് വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഏപ്രിൽ 25 ലോക മലേറിയ ദിനം. ഓർത്തിരിക്കുക, ചോദ്യം വരും. ആരോഗ്യ ദിനങ്ങളൊക്കെ ഒരു ചോദ്യം വരുന്നതാണ്. വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്ന മനുഷ്യരിലെ ഏത് ഭാഗത്താണ്? വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് പിള്ളേർ എവിടെയാണ്? കുടലിലാണ്. വൻകുടലിലാണ് കാണപ്പെടുന്നത്. ഓക്കെ. DNA തന്മാത്രയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? DNA യിൽ കാണപ്പെടാത്തത് യുറാസിൽ. ഏതാണ്ടാ പിള്ളേരെ? യുറാസിലാണ് കേട്ടോ. യുറാസിലാണ് DNA യിൽ കാണപ്പെടാത്തത്. DNA യിൽ കാണപ്പെടാത്ത യുറാസിലും RNA യിൽ കാണപ്പെടാത്തത് തയാമിനുമാണ്. മനസ്സിലായ? DNA യിൽ കാണപ്പെടാത്തത് യുറാസിലും RNA യിൽ കാണപ്പെടാത്തത് തയാമിനുമാണ്. ഇത് റിപ്പീറ്റഡ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. DNA യില് യുറാസില്, RNA യില് തയാമിൻ. RNA യിൽ കാണപ്പെടാത്ത തയാമിനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ യുറാസില് DNA, തയാമിൻ
RNA. ഓക്കെ, ഞാനിത് ഓർത്തിരിക്കുന്നത് എനിക്ക് കിട്ടും. ഞാനിങ്ങനെ ടയർ എന്നാണ് ഓർത്തിരിക്കുന്നത്. ടയർ. എനിക്ക് എൻ്റെ കണക്ഷനാണ് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടൂല എന്നല്ല, വേണമെങ്കിൽ ഓർത്തിരിക്കുക. ടയർ എന്ന് ഓർത്താ ടയർ, നമ്മൾ ടയർ. ടയർ. ഓക്കെ, എനിക്ക് കിട്ടുന്നുണ്ട് തയാമിൻ. RNA. ടയർ എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കുക. ടയർ. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ വണ്ടിയുടെ ടയറാണ്, അത് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതി ഓർത്തിരിക്കാം. ടയർ. തയാമിൻ RNA. ഓക്കെ, അടുത്ത് പകർച്ചവ്യാധികൾ തടയാനും അവ മൂലമുള്ള മരണം കുറയ്ക്കാനും ലക്ഷ്യം വെച്ച് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. പ്രീവിയസ് ചോദ്യമാണ്. ആരോഗ്യ ജാഗ്രതയാണ് ആൻസർ. ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധികൾ തടയാനും അവ മൂലമുള്ള മരണം കുറയ്ക്കാനും ലക്ഷ്യം വെച്ച് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. ഡാർവിൻസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത് മനുഷ്യത്തിലെ ഏത് അവയവത്തിലാണ്? ഡാർവിൻസ് ട്യൂബർക്കിളൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. ഇതൊക്കെ റയറായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഡാർവിൻസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത് ചെവിയിലാണ് ഡാർവിൻസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത്. അടുത്ത, രാജ്യത്തെ രക്തബാങ്കുകളിലെ രക്തലഭ്യത അറിയാൻ ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ്? രാജ്യത്തെ രക്തബാങ്കുകളിലെ രക്തലഭ്യത അറിയാൻ ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാ പിള്ളേരെ? രക്തകോശ്. ഈ രക്തകോശ് പ്രീവിയസ് ചോദ്യമാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ രക്തബാങ്കുകളിലെ രക്തലഭ്യത അറിയാൻ ആരംഭിച്ച വെബ് പോർട്ടലിന്റെ പേര് ഈ രക്തകോശ് എന്നാണ്. ഈ രക്തകോശ്. ഓക്കെ, സെറ്റ്. 2 ചോദ്യം കൂടാ. സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം ഏത് ജില്ലയിലാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം ഏത് ജില്ലയിലുള്ള പിള്ളേരെ? കോഴിക്കോട്. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ, ഇവയിൽ രാത്രി മാത്രം രക്തപരിശോധന നടത്തി നിർണയിക്കുന്ന രോഗം ഏതാണ്? രാത്രി മാത്രം രക്തപരിശോധന നടത്തി നിർണയിക്കുന്ന രോഗമാണ് മന്ത്. ഓക്കെ, എന്തുകൊണ്ടാണ് മന്ത് രോഗം രാത്രി മാത്രം പരിശോധന നടത്തുന്നത്? എന്തുകൊണ്ടാണ് രക്തപരിശോധനയാണ് നമ്മൾ മന്ത് കണ്ടെത്തുന്നത്? നമുക്കറിയാം. മന്തിന് കാരണമാകുന്ന വിരകൾ ഏതാണ്ടാ? ഏത് വിരകൾ കാരണമാണ്? ഫൈലേറിയൻ വിരകൾ കാരണമാണ്. ഫൈലേറിയൻ വിരകൾ കാരണമാണ് നമുക്ക് മന്ത് രോഗം ഉണ്ടാകുന്നത്. നമ്മുടെ ലിംബ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് കേട്ടോ. ലിംബ് വ്യവസ്ഥ, നമ്മൾ ലിംബ് സിസ്റ്റത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ലിംബ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മന്തെന്ന് പറയുന്നത്. ഈ മന്തിന് കാരണമാകുന്ന വിരകളാണ് ഫൈലേറിയൻ വിരകൾ. ഈ ഫൈലേറിയൻ വിരകൾ രാത്രി സമയത്താണ് ആക്റ്റീവ് ആകുന്നത്. മനസ്സിലായ? എന്നുവെച്ചാൽ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് രാത്രി സമയങ്ങളിലാണ്. മനസ്സിലായ? സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രാത്രി കാലങ്ങളിൽ മന്ത് രോഗത്തിന് പരിശോധന നടത്തുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? മന്ത് പരത്തുന്നത് ഏത് കൊതുകുകളാണ് മന്ത് പരത്തുന്നത്? ഏത് ക്യൂ? മുഴുവൻ പേര് പറയടേ. അനോഫിലസ്. ആർക്ക് അനോഫിലസ്? അനോഫിലസ് അടിച്ച് മന്ത് വന്ന് ആരെങ്കിലും അറിയോ? ക്യൂലെക്സ് കേട്ടോ. ക്യൂലെക്സ് ആണ് കേട്ടോ. ക്യൂലെക്സ്. ഓക്കെ, കാലിലല്ലേ മന്ത് വരുന്നത്? കാലിലല്ലേ ക്യൂട്ടസ് ഇടുന്നത്? അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കാലിൽ മന്ത്, കാലിൽ ക്യൂട്ടസ്. ഓക്കെ, ക്യൂലെക്സ്. മന്തി വാങ്ങാൻ ക്യൂ. ഓക്കെ, ഭക്ഷണത്തോട് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചിന്തിക്കുക. മന്തി വാങ്ങാൻ ഇപ്പൊ എവിടെയാണ് ക്യൂ ഉള്ളത്? ഇപ്പൊ മന്തി കടകൾ എങ്ങോട്ട് നോക്കിയാലും അറേബ്യൻ കുഴിമന്തി, എടുത്തു ചാടിയ കുഴിമന്തി, ഇറങ്ങി ഓടിയ കുഴിമന്തി, വന്നു കയറിയ കുഴിമന്തി, പലതരം കുഴിമന്തി കടകൾ ഈ ലോകത്ത്, ഈ നാട്ടിലുള്ളപ്പോ എന്തിനാണ് ക്യൂ? ഓക്കെ, എന്തായാലും മന്തി ക്യൂ എന്ന് ഒരു ചോദ്യം പഠിച്ചു വെക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ക്ലിയർ ആണ്. നല്ല കാര്യം. നിങ്ങൾക്ക് മന്തി ഇഷ്ടമാണോടെ? ഏത് മന്തിയാണ് ഇഷ്ടം? സാധാ മന്തിയാണോ, മസാല മന്തിയാണോ, മെക്സിക്കൻ മന്തിയാണോ? ഏത് മന്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടം? അൽഫാം മന്തി. എല്ലാവർക്കും അൽഫാം മന്തി. നിങ്ങൾ മസാല മന്തി കഴിച്ചിട്ടുണ്ടോ? അതായത് റൈസിൽ മസാല വരും. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. നമ്മളിപ്പം ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്ക് പറയേണ്ട സമയമാണ്. ഓക്കെ, ശരി. അപ്പോൾ അത്യാവശ്യം നിലവാരമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 30 എബോ ആർക്കെങ്കിലും ഉണ്ടോ? 30 പ്ലസ് ആർക്കെങ്കിലും ഉണ്ടോ?
30+ ഉള്ളതൊക്കെ മാർക്ക് കമന്റ് ചെയ്തേ. ഓക്കെ, 30. രമ്യ 33, രാഖി 32, കവിത 32.6, കൃഷ്ണേന്ദു 36, 35+ ഉണ്ട്. 36.33 കണ്ട. മന്ദിര പൗർ കണ്ട. അഞ്ജന കിരൺ 32, അപർണ 34, പിങ്കി 33.66, കീർത്തി 33.66, അർച്ചന 32, ബിൻസി 32, മനു 31, പ്രിയങ്ക 33, അപർണ 36. ഓക്കെ, ഇത്രയും പേർക്ക് 30. രേഷ്മ രാജു 30. എടാ, ഒരു എല്ലാവരും നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടോ അത്രയും മാർക്ക് കമന്റ് ചെയ്തിട്ട് പൊക്കോ.